നമസ്കാരം. ഞാൻ കൃഷ്ണദാസ്, ആഞ്ജനേയ ജ്യോതിശാലയം. ഓം നമ ശിവായ. മനോജപം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാര്യയോധമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബജരംഗി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് ഗൃഹമാറ്റങ്ങൾ കൊണ്ട് കുംഭം രാശിക്കാർക്ക് വരുന്ന സാമാന്യ ഗുണദോഷ ഫലങ്ങളാണ്. ഈ മാറ്റത്തിൽ ശനി ചന്ദ്ര ആരൂഢത്തിൽ നിന്ന് 2-ാം ഭാവത്തിലേക്കും വ്യാഴം 4-ൽ നിന്ന് 5-ലേക്കും രാഹു 12-ാം ഭാവത്തിൽ നിന്ന് ചന്ദ്രാരൂഢത്തിലേക്കും കേതു 7-ാം ഭാവത്തിലേക്കും മാറുന്നു. അപ്പം ഇവിടെ മാനസികമായി സന്തോഷം, ചിരകാലമായി തടസ്സപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നടന്നു വരിക, ജീവിതത്തിൽ നേട്ടങ്ങളോ ഉത്സാഹങ്ങളോ ഉണ്ടാകും. എങ്കിലും കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുക, ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, അതുപോലെ കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക എന്നിവ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും കൂടി കണക്കിലെടുത്തുകൊണ്ട് അതിന് യഥാശക്തി പരിഹാരങ്ങൾ ചെയ്താൽ ഈ ദോഷങ്ങളുടെ കാഠിന്യം കുറച്ച് നല്ല രീതിയിൽ ഈശ്വരാധീനം പരിപൂർണമായി ഉള്ളത് കൊണ്ട് തന്നെ മാറ്റങ്ങൾക്ക് വളരെ ഗുണകരമായ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ ചെറിയ വരുന്ന തടസ്സങ്ങളെ മാറ്റി നല്ല രീതിയിലാക്കി കഴിഞ്ഞാൽ ജീവിതം വളരെ സന്തോഷകരവും അതുപോലെ വളരെ ഐശ്വര്യപ്രദവുമായിരിക്കും. ഈ തടസ്സങ്ങൾ മാറ്റാനായിട്ട് പ്രധാനമായിട്ടും 7.5 ശനിയുടെ ഒരു ഇതായതുകൊണ്ട് അപ്പോൾ ശനീശ്വര പ്രീതി വരുത്തുക, ശാസ്താക്ഷേത്രത്തിൽ വിശേഷാൽ പൂജ, അതുപോലെ തന്നെ എള്ളെണ്ണ കൊണ്ട് വിളക്ക് വയ്ക്കുക, എള്ളുകൊണ്ട് പായസം വഴിപാട് നടത്തുക എന്നിവ ചെയ്യുന്നതും, ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ വെറ്റിലമാല, നെയ്വിളക്ക് എന്നിവ നടത്തുന്നതും, ഗണപതി ക്ഷേത്രത്തിൽ പ്രധാനമായിട്ടും കറുകമാല, അതുപോലെ നെയ്വിളക്ക് വെള്ളിയാഴ്ച തോറും നടത്തി പ്രാർത്ഥിക്കുന്നതും കുടുംബപരമായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ നീക്കാനും ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാക്കാനും വളരെ ഗുണകരമായിരിക്കും. അതുപോലെ തന്നെ സർപ്പപ്രീതി, ശാരീരികമായിട്ട് രോഗാവസ്ഥകൾ വരാതിരിക്കാൻ നാഗങ്ങൾക്ക് പുള്ളുവമ്പാട്ട് നടത്തുക, അതുപോലെ തന്നെ ആയില്യ പൂജ, നൂറുംപാല് എന്നിവ നടത്തുന്നതും വളരെ ഗുണകരമായിരിക്കും. മേൽപ്പറഞ്ഞ വഴിപാടുകൾ ചെയ്യുന്നതിലൂടെ ദോഷകാഠിന്യം കുറഞ്ഞ് ഗുണവും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവും എന്നുള്ളതാണ്, ജഗദീശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.